കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ സുന്ദരം ഗോവിന്ദ്, അഡ്വക്കേറ്റ് മെമ്പറും കോർട്ട് മീഡിയേറ്ററും കൂടിയായ കല്ലട KG അലക്സാണ്ടർ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ഡോക്ടർ റസീന വിശ്വംഭരൻ. ഇന്ന് പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് ഹരിപ്പാടിനടുത്ത് ചിങ്ങോലിയിൽ നിന്നും സ്മിതയാണ്. സ്മിത ഭർത്താവ് ഉണ്ടാക്കി വെച്ച ഒരു കടബാധ്യത, അതിൽ നിന്നും മുക്തി കിട്ടണം, സ്വന്തമായിട്ട് താമസിച്ചിരുന്ന വീട് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാത്ത രീതിയിലാണ് ഇവിടെ ഒരു പരാതി തന്നത്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം, പ്രായമായ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് 3 വർഷമായി, അതിനൊരു തീർപ്പുണ്ടാക്കണം എന്നുള്ളതാണ് പരാതി. സ്മിത ജോലിക്ക് പോകുന്നുണ്ടോ? പോവുമല്ല, പിന്നെ വീട്ടിൽ നിന്ന് കയറ് പിരിക്കുക. സ്മിതയുടെ വീട് ചിങ്ങോലിയിലാണോ? ചിങ്ങോലിയിൽ. എന്റെ വീട് പൊത്തപ്പള്ളിയാണ്. എന്നെ കൊണ്ടുവന്നതാണ് ചിങ്ങോലി. സ്മിതയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അമ്മയും 5 സഹോദരങ്ങളുണ്ട്, 3 ആങ്ങളമാരും 1 അനിയത്തി ഉണ്ട്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു? എല്ലാവരും കല്യാണം കഴിച്ചു. അച്ഛനും അമ്മയും? അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്. ആരുടെ കൂടെ അമ്മ ഇപ്പം? ഇളയ ആങ്ങളയുടെ കൂടെ നിൽക്കുക. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലാണോ താമസിച്ചിരുന്നത്? അവിടെ? അതെ, സ്വന്തം വീട്ടിലാണ്. ആ വീട്ടിലാണ് ഇപ്പൊ അമ്മയും ആങ്ങളെയും താമസിക്കുന്നത്? അതെ അതെ, അവിടെ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എന്റെ കല്യാണം കഴിഞ്ഞു 22 വർഷം. ആലോചിച്ചുറപ്പിച്ച കല്യാണം? അതെ. അല്ലേ? ബ്രോക്കർ വഴി വന്നതാണോ? അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താ സ്ത്രീധനായിട്ട് കൊടുത്ത? സ്ത്രീധനം ഒന്നല്ല, എനിക്ക് 25,000 രൂപയായി 5 പവന്റെ സ്വർണം. രാജേന്ദ്ര പ്രസാദ് അല്ലേ? അതെ. എങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയിട്ട്? സന്തോഷമുള്ള ജീവിതമായിരുന്നു? സന്തോഷമുള്ള ജീവിതമായിരുന്നു. പിന്നെന്താ ഉണ്ടായത്? പിന്നീട് 6 വർഷം ഞങ്ങള് അമ്മയും അനിയനും ഞങ്ങളുമായിട്ട് താമസിച്ചു. പിന്നെ എനിക്ക് തന്ന പൈസയ്ക്കും ബാക്കി സ്വർണവും കൂടെ വിറ്റ് 5 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ താമസമായി. പിന്നെ പഞ്ചായത്തിന്റെ ലോൺ കിട്ടി ഒരു വീട് വെച്ച് ഞങ്ങൾ താമസിച്ച് ഒരുപാട് ആർഭാടമായിട്ടില്ലെങ്കിലും സാമാന്യം ഭേദമില്ലാതാണ്ടൊക്കെ ജീവിച്ചു പോന്നു. ഞാൻ കയറ് പിരിക്കും, പുള്ളിക്കാരൻ ജോലിക്കും പോവുമായിരുന്നു. വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് കഴിഞ്ഞു പോയതാ. അങ്ങനെ ഇരിക്കുക 2013 ഫെബ്രുവരി 7-ാം തീയതി ജോലിക്ക് പോവാന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി. ഞാൻ തൊഴിലുറപ്പിന് പോയേക്കുമായിരുന്നു. തൊഴിലുറപ്പിന് പോയി ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവായിരുന്നു. സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോകുന്നു. എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞു. ദൂരെ, സ്ഥലത്തിൻ്റെ പേരന്നേരം പറഞ്ഞില്ല. പോയിച്ചു വരട്ടെന്നും പറഞ്ഞ് പോയി. അന്ന് 3 ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത്. 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചു. പോയ ദിവസം വൈകിട്ടും വിളിച്ചു, പിറ്റേ ദിവസവും വിളിച്ചു. അതിൻ്റെ പിറ്റേന്ന് അന്നേരം ഒന്നും ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. 3-ൻ്റെ അന്ന് 5:30 മണി കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, പ്രസാദ് ഇതുവരെ എവിടെ ആയിരുന്നു, ഫോൺ എന്താ എടുക്കാഞ്ഞേ, ഇത്രയും ദിവസം വിളിച്ചിട്ടെന്ന് ചോദിച്ചു. പറഞ്ഞ് അത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ എങ്ങും ഫോൺ കുത്തിയിടാൻ സ്ഥലമില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവിടെ എങ്ങും അവിടെ എങ്ങും കറണ്ടൊന്നും ഇല്ല, ഫോൺ കുത്തിയിടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്നേരം കൂടെ ആരെങ്കിലും വന്ന് കാണുമല്ലോ, അവരുടെ ഫോണിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ, വീട്ടിൽ ഇരിക്കുന്നവരെ വിഷമിപ്പിക്കാനുള്ള പരിപാടിയല്ലേ ഇത്, അതിനെന്താ സാരമില്ല, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്ന് പോയി, വീട്ടിൽ പോയി. വീട്ടിലെ വേണ്ടുന്ന സാധനം മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ വൈകിട്ട് പോയി ചെന്നപ്പോൾ എനിക്ക് തലവേദന കൊണ്ട് വയ്യായിരുന്നു. ഞാൻ മാറി കിടന്നു. അന്നേരം പറഞ്ഞു ഈ മീൻ കറി വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം വയ്യ, എനിക്ക് ഇച്ചിരി കഴിയട്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തലവേദന സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ അവിടെ കിടന്നു. അന്നേരം ഒരിക്കലും ചെയ്തു തരത്തില്ല, വെട്ടിയൊന്നും തരത്തില്ല. അന്നത്തെ ദിവസം പറഞ്ഞ് പിന്നെ ഞാൻ വെട്ടിത്തരട്ടെ, കറി വെക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ കറി വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാറി നിന്ന് മീനെ വെട്ടിക്കൊണ്ട് നിൽക്കാതെ തന്നെ എൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നു. പിന്നെ അത് നിങ്ങളുടെ ഭർത്താവ് ഇത്രയും ദിവസം എവിടെ ആയിരുന്നെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു ജോലിക്ക് പോയി. ആരാ സംസാരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കലയുടെ ആങ്ങളെയാ. പിന്നെ ഭർത്താവ് എവിടെങ്കിലും പോയാൽ എവിടാ പോകുന്നതെന്ന് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അന്വേഷിക്കത്തില്ല. എൻ്റെ പെങ്ങളുമായിട്ട് പിന്നെ ഗുരുവായൂർ നിങ്ങളെ കറങ്ങാൻ പോയേക്കുമായിരുന്നു നിങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഏത് കല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇയാളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി, അറിയും. ഞാൻ പറഞ്ഞ അന്നേരം പെങ്ങളെ ഇങ്ങനെ അങ്ങ് വിട്ടേക്കുവാണോ വല്ല ആണുങ്ങളുടെ കൂടെ കറങ്ങാൻ? അന്നേരം
എന്നിട്ട് ഇയാളങ്ങ് ഫോൺ അങ്ങ് ഓഫാക്കി. ഇതെല്ലാം പ്രസാദൻ കേട്ടോണ്ട് നിൽക്കുക, എൻ്റെ ഭർത്താവ് കേട്ടോണ്ട് നിൽക്കുക. അന്നേരം ഞാനൊന്നും മിണ്ടിയില്ല. മിണ്ടാതെ കൊണ്ട് പിന്നെ ഇരുന്നച്ച അനിയനെ, പുള്ളിക്കാരൻ്റെ അനിയനെ വിളിച്ചു, മോനെ ഇങ്ങോട്ടൊന്ന് വന്നേടാന്ന് പറഞ്ഞു. അവൻ വന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പം 8 മണിയൊക്കെ കഴിഞ്ഞ് കാണും, നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. അപ്പം ഇവിടെ എൻ്റെ മോടെ കൂടെ പഠിച്ചിട്ടുണ്ട്. അന്നേരം നേരത്തെ അറിയാവോ ഈ കലയെന്ന് പറഞ്ഞ കഥാപാത്രത്തിന്? ഇല്ല, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവള് നമ്മുടെ വീട്ടിൽ ചിട്ടിയുടെ കാര്യത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ചിട്ടിക്ക് ഒരു പ്രാവശ്യം റോഡ് വഴി വന്നേച്ചു ഞങ്ങളുടെ വീട്ടിൽ കയറി. അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ഇവര് തമ്മിൽ പരിചയമുള്ളതിന്റെ പേരിലാണ് കയറിയെന്ന്. അല്ലാതെ കൊണ്ട് പിന്നെ വന്ന് കയറി ഞങ്ങൾ ചിട്ടിയുടെ കാര്യത്തിന് വന്നതാണെന്ന് പറഞ്ഞതല്ലാതെ പിന്നെ ഇത് ചിട്ടിക്ക് ചേരുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനൊന്ന് കണ്ടതാ ഇവരെ. അന്നേരം മോള് പറഞ്ഞ, അമ്മ എനിക്കറിയാം അവരുടെ വീടെന്ന് പറഞ്ഞു. രാത്രി ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ നമുക്ക് അവിടം വരെ പോകാം, രാത്രി ആകുമ്പോഴത്തേക്ക് ആരും അറിയത്തില്ല, നമുക്ക് എന്ന് കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാനും അനിയനും അനിയൻ്റെ അനിയത്തിയുടെ ഭർത്താവും കൂടെ പോയി. 2 അനിയന്മാരും കൂടെ പോയി അവിടെ ചെന്നപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾ പ്രസാദൻ ഇവിടെ വന്നോ? ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അന്നേരം നിങ്ങളെവിടെ ആയിരുന്നു? അത് അപ്പി വീട്ടിൽ പോയേക്കുമായിരുന്നെന്ന് പറഞ്ഞ്. അന്നേരം ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കോള് വന്നല്ലോ, നിങ്ങളുടെ ആങ്ങളെയാന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞല്ലോ എന്നെ, പിന്നെ നിങ്ങൾ 2 പേരും കൂടെ കറങ്ങാൻ പോയേക്കുമായിരുന്നെന്ന്. അത് ഞങ്ങൾ ഇവിടെ അങ്ങും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പം രാത്രി ആയത് കാരണം സംസാരിച്ചതും ഇല്ലൊന്നുമില്ല. ഞങ്ങളിഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പ്രസാദൻ കിടന്നുറങ്ങുക. പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു? ഇല്ല, ഇതേപ്പറ്റി ചോദിച്ചില്ല. അനിയനെ വിളിച്ച് അനിയനുമായിട്ട് കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ ഇരിപ്പുണ്ട് കസേര, അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. മറുപടി ഒന്നും പറഞ്ഞു? ഒരക്ഷരം പോലും ഇല്ല. ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഭർത്താവിന്റെ അടുത്തല്ലേ? അതിനു മുമ്പ് ഇത് പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പ്രസാദ പിള്ളേർ വളർന്നു വരുന്നു, അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഒന്ന് നിർത്തിയാക്കണം. ഫോൺ കോള് വരുമായിരുന്നു ഉള്ളിടയ്ക്ക്. ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, പിള്ളേർ വളർന്നു വരുന്നത് നാണക്കേടാ, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നിർത്തി. എന്നാലും പറയേണ്ടി അങ്ങനൊന്നും ഇല്ല. ആരുടെ ഫോൺ കോളാ വരുന്നതെന്നല്ല നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അന്നേരം പിന്നെ പല പേര് വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും ഇതാരുടെയാന്ന്. അന്നേരം പറഞ്ഞ് കൂട്ടുകാരുടെയാ, അല്ലെങ്കിൽ ഓട്ടം വിളിച്ചതാന്നും പറഞ്ഞാ മിക്ക ദിവസങ്ങളിലും പോകുന്നത്. കുറേ പിന്നെ രാത്രി സമയങ്ങളിൽ ഓട്ടം പോവാന്നും പറഞ്ഞ് പോയേച്ച് 2-3 മണിക്കൂർ താമസിച്ചാൽ വരുന്നത്. 9:30 മണി രാത്രിയാകുമ്പം വിളിക്കും. ചിലപ്പം വരുമ്പോൾ 2 മണിയാവും, ചിലപ്പം 12 മണിക്ക് ഇഞ്ഞ് വരും. അങ്ങനെയൊക്കെയാ. അന്നേരം എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ പറയും വണ്ടാനത്ത് ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ വലിയഴിക്ക് പോയി എന്നൊക്കെ പറയും. അതിനകത്തൊന്നും എനിക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. സംശയം തോന്നത്തക്ക പ്രവൃത്തിയൊന്നും പ്രസാദൻ ചെയ്തിട്ടുമില്ല. എന്നിരുന്നാലും മനസ്സിൽ ഇത് വെച്ച് നമ്മളെ വഞ്ചിച്ച്. പിന്നെ ഇല്ല, എൻ്റെ അറിവിലില്ല. പിന്നെ എന്തെങ്കിലും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമായിരുന്നു? ചീട്ട് കളിക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. ചീട്ട് കളിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും പിന്നെ ആളുകളൊക്കെ കൂടുമ്പോഴെങ്ങനോ ശകലം എങ്ങാനോ കഴിക്കുന്നേ ഉള്ളൂ. അല്ലാതെ കഴിക്കുമെന്ന് പറയാനും മാത്രമുള്ള കഴിപ്പൊന്നുമില്ല. പരസ്ത്രീ ബന്ധത്തെ കുറിച്ച് യാതൊരു സംശയമില്ല? ഒരു സംശയവും ഇല്ലായിരുന്നു. എന്നിട്ട് പോയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ രാത്രി തിരിച്ചു പോരും? ഞങ്ങളിഞ്ഞ് പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭർത്താവ് എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭർത്താവ് അമ്പലത്തിൽ പോയതാന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ അടുക്ക പറയാനെ കൊണ്ടാ ചെന്നത്. അപ്പം അവർ തള്ളയും മക്കളും മാത്രമുള്ളപ്പം എൻ്റെ കൂടാണെങ്കിൽ അനിയന്മാരും അല്ലേ, അവർ 2 ആൺപിള്ളേരല്ലേ, അത് കാരണം രാത്രി സംസാരിക്കണ്ടെന്നും പറഞ്ഞ് ഇഞ്ഞ് പോകുന്നു. അവർ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ഇഞ്ഞ് പോകുന്നു ഞങ്ങൾ. ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പം മോൻ പറഞ്ഞ് അച്ഛൻ കയറി കിടന്നുറങ്ങി. അന്നേരം ഞാൻ ചോദിച്ചത് ഞങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചാടാ. എവിടെ? അന്നേരം പറഞ്ഞ് അമ്മ അച്ഛൻ ചോദിച്ചു അമ്മയൊക്കെ എവിടെ പോയതാന്ന് ചോദിച്ചെന്ന്. എന്നിട്ട് കയറി അങ്ങ് കിടന്ന് ഉറങ്ങി. മീനെടുത്ത് വടക്കേ അയ്യത്തെടുത്ത് കളഞ്ഞിച്ച് കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് കൊടുത്തു. കാപ്പി മേടിച്ച് കുടിച്ചുകൊണ്ട് അപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അന്ന് വന്നില്ല. അപ്പോൾ ഇതിനു മുമ്പും നിസാര പ്രശ്നത്തിനൊക്കെ വീട് വിട്ട് പോവുക പതിവാ. അത് വന്നിട്ട് 15 ദിവസം വരെ വാടകയ്ക്ക് താമസിക്കുമെന്നും പറഞ്ഞ് പോയി താമസിച്ചിട്ടുണ്ട്. ചെറിയ പ്രശ്നങ്ങളാണ് അത്. എന്നിട്ട് ഞാൻ നാണക്കേട് വിചാരിച്ച് ആരോടും പറയത്തൊന്നുമില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ പ്രസാദൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ പെങ്ങളോടോ അനിയനോടോ പറയത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് പറയത്തില്ല. നാണക്കേട്. അവർക്കൊക്കെ വലിയ കാര്യമാണ് ഇയാളിനോട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും മൂത്തതും. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ഒരു കാര്യവും പറയത്തില്ല.
അന്നേരം പിന്നെ പിറ്റേ ദിവസം വന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തൊഴിലുറപ്പിന് പോയില്ല. തൊഴിലുറപ്പിന് പോകാതെ അവിടെ നിന്നപ്പോൾ ഉച്ചയ്ക്ക് 1:30 ആയി കാണും. വന്നപ്പോഴത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ വെളിയിൽ മാറി നിന്ന് കയറ് പിരിക്കുമായിരുന്നു. ഞാൻ ചൈരിയൊക്കെ അഴിച്ചിട്ടേച്ച് മാറി നിന്ന് വാതിൽക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ പോവാ, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെ എവിടെ ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. അത്രയും നാളെ ഞാനൊന്നും പറയത്തില്ല. ഇന്നലെ എവിടെ ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെ എവിടെ ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. അത്രയും നാളെ ഞാനൊന്നും പറയത്തില്ല. ഇന്നലെ എവിടെ ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതിന് പിന്നെ ആര് കയറുന്നു ഇങ്ങോട്ട്? ഞാൻ എൻ്റെ തുണികളും സാധനങ്ങളും എടുക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞ അത് പറ്റത്തില്ല, ഇന്നലെ എവിടെയാന്ന് പറയുന്നു പറഞ്ഞ് ഞാൻ കയറി പിടിച്ചപ്പോഴത്തേക്ക് എൻ്റെ പുറത്ത് 2-3 അടി തന്നെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകാനൊക്കത്തില്ലെന്നും പറഞ്ഞ് ഷർട്ടെ കയറി പിടിച്ചപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് തെളിയിച്ച് കാലുകൊണ്ട് ഒരൊറ്റ തൊഴി. അപ്പം എൻ്റെ ഈ നടുവിനാ അല്ലാതെ ഒന്നും നാവിക്കൊന്നും കൊണ്ടതൊന്നുമില്ല. നടുവിന് കൊണ്ട് പുള്ളിക്കാരൻ ചാടി പെരയ്ക്കകത്ത് കയറി കവറെടുത്ത് തുണികളെല്ലാം പായ്ക്ക് ചെയ്ത്. അപ്പം അന്നേരം ഞാൻ പെരയ്ക്കകത്ത് കയറി എവിടെ പോവാന്ന് ചോദിച്ച്. നീ അങ്ങോട്ട് മാറെന്നും പറഞ്ഞ് 2-3 അടിയും കൂടെ പുറത്ത് തന്നേച്ച് എല്ലാം കവറിലാക്കി അങ്ങ് പോയി. പിന്നെ ഈ നിമിഷം വരെ വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് വരെ എത്ര ദിവസമായി? 2013 ഫെബ്രുവരി 11 പോയതാ. പിന്നെ യാതൊരു അറിവും ഇല്ലയോ? അറിവുണ്ട്. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടുങ്ങല്ലൂര് വെച്ച് കണ്ടവരുണ്ട്, പിന്നെ എറണാകുളത്ത് വെച്ച് കണ്ടവരുണ്ട്. ഫോൺ വിളിക്കാറില്ലായിരുന്നു. ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇവിടുന്ന് കൊണ്ടുപോയ ഫോൺ സ്വിച്ച് ഓഫ്. മറ്റേ സ്ത്രീ അവിടെ തന്നെ ഉണ്ടോ? നിങ്ങൾ അന്വേഷിച്ചോ? അത് അന്ന് ആദ്യമേ അന്വേഷിച്ചവരുണ്ടോന്ന് ചോദിച്ചോ. അന്നേ അവരവിടുന്ന് വാടകയ്ക്ക് മാറിയെന്ന് പറഞ്ഞു. ഇതിനു മുൻപ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും ഇയാള് മറ്റു സ്ത്രീകളുമായിട്ട് രഹസ്യമായിട്ട് അടുക്കാനും സംസാരിക്കാനും ഇടപഴകാനും താല്പര്യമുള്ള എല്ലാവരോടും സ്നേഹമാണ്, സോഷ്യലായിട്ട് പെരുമാറുന്ന ആളാ. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമില്ല. ഇപ്പൊ സ്മിതയ്ക്ക് ഇപ്പൊ അയാൾ വീട്ടിൽ വരുമ്പോ സ്മിതയുടെ സ്നേഹമായിട്ട് പെരുമാറുന്നില്ലെന്നോ നല്ലോണം വെച്ച് വിളമ്പുന്നില്ലെന്നുള്ള പരാതി വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള പരാതി ഒന്നുമില്ല. ഇല്ല. പിന്നെ നിങ്ങൾ മാത്രമായിട്ടുള്ള സമയങ്ങളിൽ അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ പെരുമാറുന്നത് ഉറപ്പുണ്ട്. അതിന്റെ ആ കാര്യത്തിലൊന്നും അയാൾക്ക് നിരാശയോ സംഗതികളോ അങ്ങനൊന്നും ഇല്ല. വെറുതെ നിസ്സാര കാര്യത്തിന് പോലും പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യും, വീട് വിട്ടു പോവുകയും ചെയ്യും. ഇതാ പതിവ്. സ്ത്രീയുടെ വീട്ടിൽ നിങ്ങൾ പോയി പറഞ്ഞപ്പോ സംഗതി ഉറപ്പാക്കി എന്ന് മനസ്സിലായത് കൊണ്ടാണ് അയാൾ പോയത് അല്ലേ? പോകുമ്പോ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കടം? പിന്നെ എന്നെ കൊണ്ട് തന്നെ 1.25 ലക്ഷം രൂപയോളം കടം മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പ്രമാണം പണയത്തിലിരിക്കുമായിരുന്നു. വീട് വെച്ച സമയത്ത് പണയം വെച്ചതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ JLG ഗ്രൂപ്പിൽ നിന്ന് 25,000 രൂപയും കുടുംബ യൂണിറ്റിൽ നിന്ന് 50,000 രൂപയും എടുത്ത് പ്രസാദന്റെ കൈ കൊടുത്താണ് പ്രമാണം പണയത്തിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഈ ഓട്ടോറിക്ഷ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഓട്ടോറിക്ഷയുടെ പണിക്കായിട്ട് പിന്നെ 14,000 രൂപ SKSന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കണ്ട് പിന്നെ 25,000 രൂപയുടെ സ്വർണം പണയത്തിലുണ്ടായിരുന്നു. ഇത്രയും കടബാധ്യതയേ ഉള്ളൂ എൻ്റെ അറിവോട് കൂടി ഉള്ളായിരുന്നു. അതുകൂടാതെ കൊണ്ട് ഇയാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയുന്നത് പുറത്തുനിന്ന് ഇയാൾ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങനെ പ്രസാദ് പൈസ തരാനുണ്ട്, അങ്ങനെ കടബാധ്യത ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പലരും വന്ന് അയാൾ കൊടുത്തതാണ്, നിങ്ങൾ അറിയാതെ കൊടുത്തതാണ്, അത് നിങ്ങളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല അവര് ഇല്ല. പക്ഷെ ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു 1.25 ലക്ഷം അതിന്റെ പലിശ അടക്കം 1.5 ലക്ഷം രൂപയുടെ ബാധ്യതയെ ഇപ്പൊ ഉള്ളൂ. അല്ലല്ല, മോക്ക് അപ്പോഴത്തേക്കും 18 വയസ്സായി. മോക്ക് കല്യാണാലോചന നടക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പോയിട്ട് വന്ന രാത്രിയിലും പ്രസാദൻ മോക്കൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ കിടക്കുക. അന്നേരം വന്നേച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, പ്രസാദന്റെ കൈ വല്ലതും ഉണ്ടോ ഇപ്പോഴേ മോളെ കെട്ടിക്കാൻ? അന്നേരം പറഞ്ഞ് ഇല്ല, എന്നാലും നമുക്ക് കൊച്ചിനെ സമയത്ത് കെട്ടിക്കണ്ടേടി. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നീട് ആലോചിക്കാം. അതുകൊണ്ട് തന്നെ ഇയാൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു മോടെ കല്യാണക്കാര്യം. ഒത്തിരി കല്യാണാലോചന വന്ന് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാണല്ലോ ഇപ്പോഴേ കെട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടും ആലോചനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പിന്നെ പ്രസാദം പോവുകയും ചെയ്തല്ലോ. അപ്പം ഞങ്ങൾ ഒരു കല്യാണം പരുവത്തിന് വന്നപ്പോഴത്തേക്ക് അങ്ങ് ഉറപ്പിച്ച് 2 ലക്ഷം രൂപയും 15 പവന്റെ സ്വർണവും കൊടുത്ത് മോളെ കല്യാണം കഴിച്ചു. 2014
ഒക്ടോബർ 30 കല്യാണം കഴിച്ച്. പ്രസാദിനെ അറിയിച്ചോ അത്? അന്നേരമുള്ള ഫോൺ നമ്പറിലെല്ലാം വിളിക്കുന്നുണ്ടായിരുന്നു. വിളിക്കുമ്പോഴെല്ലാം ഒരു സ്ത്രീയാ ഫോൺ എടുക്കുന്നത്. അറിയിക്കാനുള്ള ശ്രമങ്ങളെല്ലാം എല്ലാം ചെയ്തു. പുള്ളിക്കാരന് ഡ്രസ്സ് വരെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ച്. എൻ്റെ കയ്യിൽ ഇത്രയും രൂപ കടവും ഉണ്ടായിരുന്നു, കയ്യിലെങ്ങും പൈസ ഒന്നും ഇല്ലായിരുന്നു. പോയ നാണക്കേടും എല്ലാം കൊണ്ട് പെണ്ണിനെ പെട്ടെന്ന് കെട്ടിക്കാവെന്നും വിചാരിച്ച് പഠിപ്പിക്കാനെ കൊണ്ട് എൻ്റെ ഈ മാർഗ്ഗമില്ലായിരുന്നു. അത്രയും വരെയൊക്കെ പഠിച്ചാൽ മതി, പ്രസാദം തന്നെ പറഞ്ഞ് ഇത്രയും വരെയൊക്കെ പഠിച്ചാൽ മതി, അതുകൊണ്ട് ഇനി നമുക്കങ്ങ് കെട്ടിച്ച് വിടാമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ കല്യാണം ഉറച്ചപ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിച്ച്. ഇത്രയും രൂപയും പലിശയ്ക്ക് എടുത്തായിരുന്നു. എത്ര രൂപ ആകെ എത്ര എന്ന് പറഞ്ഞേ? 2 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും 15 പവന്റെ സ്വർണവും പിന്നെ കല്യാണത്തിന്റെ ചെലവും. അത് ഏകദേശം 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപയോളം ആയി. അന്ന് 25,000 രൂപയുടെ മേളിലുണ്ടായിരുന്നു സ്വർണ്ണ വില തന്നെ. 4,4 ലക്ഷം രൂപ സ്വർണത്തിനായി. പലരും സഹായിച്ചാണ് നിങ്ങളുടെ ബന്ധുക്കളും? സഹായിച്ചെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ല. പ്രസാദിന്റെ ബന്ധുക്കളും സഹായിച്ചായിരുന്നു? സഹായിച്ച്. എന്റെ ആങ്ങളമാര് സഹായിച്ച പോലെ തന്നെ പ്രസാദിന്റെ ബന്ധുക്കളും സഹായിച്ച്. അവര് കൂടിയോ? കല്യാണം കൂടി എല്ലാവരും കൂടി. എന്നിട്ട് പ്രസാദിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയില്ല. ആളിന്റെ അറിവുണ്ടെങ്കിലല്ലേ. ഫോണിൽ ബന്ധപ്പെടുമ്പോഴൊന്നും അല്ല. ഒരു സ്ത്രീ എടുക്കുന്നു പറഞ്ഞില്ല ആ സ്ത്രീയോട്. അന്നേരം അവര് പറയും ഞാൻ തിരുവനന്തപുരത്താ, ഇത് പ്രസാദ് അല്ലെന്ന് പറയും. പിന്നെ നമ്മൾ അവരോട് കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പ്രസാദിനെ കാണാനില്ലെന്നും പറഞ്ഞ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു? കരിയലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. അവർ അന്വേഷിച്ചെന്നല്ലോ അറിയാം? അവര് അന്വേഷിച്ചൊന്നും കാണത്തില്ല. അപ്പോ ഇപ്പം എന്തായാലും കടബാധ്യതകൾ എന്തെങ്കിലും തിരിച്ചടയ്ക്കാൻ പറ്റുമോ? ആർക്ക്? സ്മിതയ്ക്ക് അടയ്ക്കാൻ പറ്റുമോ? കുറെയൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കുറച്ചൊക്കെ അടച്ചിട്ടുണ്ട്. എന്നാലും പലിശക്കടവും ബാങ്ക് ജപ്തിയായിരിക്കുക ഞങ്ങളുടെ വീട്. അപ്പൊ അത് എന്നെ കൊണ്ട് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല. അന്ന് തന്നെ പ്രസാദനോട് പറഞ്ഞാണ് ഇത് എടുപ്പിച്ച. പുള്ളിക്കാരനും കൂടെ വന്ന് ഒപ്പിട്ട് തന്ന ലോൺ എടുത്താൽ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ആണ്. എത്ര സെന്റ് ഉണ്ട്? 5 സെന്റ് സ്ഥലം. 5 സെന്റ്. 2 കൂട്ടരും കൂടെ ഒപ്പിട്ടാണ് ലോൺ വെച്ചത്. അപ്പം പറഞ്ഞായിരുന്നു ഇത് ഞാൻ തീർത്ത് തരാമെന്ന് പറഞ്ഞു, ഉറപ്പ് പറഞ്ഞെങ്കിലും 1 രൂപ പോലും അടച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രസാദിനെ നമ്മള് കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ, എന്താ സ്മിതയുടെ ആവശ്യം ശരിക്കും? ഈ കടബാധ്യതകൾ തീർത്താൽ മതിയോ, അതല്ല വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് കടബാധ്യത തീർത്ത് കിട്ടണം. കിട്ടിയാൽ മാത്രം മതി. അത് പ്രസാദന്റെ കൂടെ തീരുമാനം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടേ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. കടബാധ്യത തീർത്ത് ഞങ്ങൾക്ക് വീട് തിരിച്ചു കിട്ടണം, അതൊരാവശ്യം. പിന്നെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അയാളെ തിരിച്ചു കിട്ടണം. 22 വർഷം ഒരുമിച്ച് താമസിച്ചല്ലേ നിങ്ങൾ, അല്ലേ? അതെ. നല്ല രീതിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയി. അങ്ങനെ അപ്പൊ അയാൾക്ക് അയാളതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അയാൾ സംസാരിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ വീണ്ടും നമുക്ക് ഒരുമിച്ച് താമസിക്കാവുന്നൊരു തീരുമാനമാണ് വരുന്നതെങ്കിൽ അതിൽ സ്മിതയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ. മക്കൾ ഇത്രയും വളർന്നു വലുതായി, ഇനിയിപ്പോ ഒരു പിണക്കത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, പ്രസാദന്റെ കൂടെ തീരുമാനം എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് എന്താ വേണമെങ്കിലും തിരിച്ച്. പുള്ളിക്കാരനാണെങ്കിൽ ഒത്തിരി കള്ളം പറയും, കള്ളം പറഞ്ഞ് ഫലിപ്പിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ് കടം തീർക്കാവെന്നും പറഞ്ഞ് എൻ്റെ കൂടെ വന്നാലും ഞാൻ അങ്ങ് വിശ്വസിക്കും. വീണ്ടും എൻ്റെ ഗതി പഴയത് തന്നെ ആയിരിക്കും. അങ്ങനെ എനിക്ക് പല അബദ്ധങ്ങളും പറ്റി. അതുകൊണ്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കടബാധ്യത എല്ലാം തീർത്തതിന് ശേഷം താമസിക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. എന്തായാലും നമുക്കൊരു രമ്യതയെ പോകാൻ തന്നെ നോക്കാം കേട്ടോ. ഞാൻ വിളിക്കാം, പ്രസാദിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ രൂക്ഷമാവുന്ന രീതിയിലല്ലാതെ, കടം അടയ്ക്കാനാണെങ്കിലും അയാളെ നമ്മുടെ കയ്യിൽ കിട്ടണമല്ലോ, അല്ലേ? വീണ്ടും പോയി ഇങ്ങനെ എവിടെയെങ്കിലും പോയി പിന്നെ തപ്പിക്കൊണ്ട് നടന്ന് വീട് പോകരുതല്ലോ. അപ്പോൾ അതൊരു രമ്യതയെ തന്നെ നമുക്ക് സംസാരിച്ച് പോകാം. അയാളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, കൂടെ നിങ്ങൾക്ക് താമസിക്കാൻ ഇഷ്ടമാണോ അയാളുടെ കൂടെ? ഇനി മുന്നോട്ട് പോകാൻ ഇതെല്ലാം തീർക്കുന്നു വെച്ചോ, ബാക്കിയുള്ള നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ ഈ സാമ്പത്തിക ഇടപാടുകൾ അല്ലാതെ? എനിക്ക് അന്ന് തന്നെ ഉപദ്രവിച്ചുകൊണ്ട് എനിക്ക് ഭയമുണ്ട്. എന്നാലും പിള്ളേർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല. അത് പ്രസാദം വരട്ടെ, അല്ലാതെ കുഴപ്പമില്ല. പിന്നെ അവരോട് സംസാരിക്കും. കാര്യം എന്നോടൊരു വാക്ക് പറഞ്ഞാൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും, അങ്ങനെ ഒരു ഭയമുണ്ട് എനിക്ക്. കൊന്നിട്ടാണെങ്കിലും വേറെ സ്ത്രീയുടെ കൂടെ ജീവിക്കുമെന്നോ? ഞാൻ പോകും എന്ന് പറഞ്ഞു. അല്ല, അന്നത്തെ ആ വഴക്ക് നിങ്ങൾ തടഞ്ഞപ്പോ പറഞ്ഞേ ഉള്ളൂ. തൊഴിച്ചു
കൊല്ലാൻ വേണ്ടിട്ടാണോ എന്താ വന്ന് അറിയത്തില്ലല്ലോ. അതിന് മുമ്പൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ ഒരാളാണ് ഇപ്പൊ ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത് പെട്ടെന്ന് പറയുന്ന വാക്കൊക്കെ ഒന്നും നമ്മൾ വലിയ അർത്ഥം കൽപ്പിക്കേണ്ട കാര്യമില്ല. ദേഷ്യത്തിന് എല്ലാരും പറയത്തില്ല നിന്നെ തട്ടിക്കളയും, അങ്ങനെ ആയിരിക്കും പറയുന്നത് ഇല്ലേ? അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയായാലും സംസാരിക്കുന്നത് നോക്കട്ടെ കേട്ടോ. ഇതാണ് രാജേന്ദ്ര പ്രസാദ്, സ്മിതയുടെ ഹസ്ബൻഡ്. എവിടെയാ വർക്ക് ചെയ്യുന്ന പ്രസാദ് ഇപ്പോ? ഞാനിപ്പോ കൂലി വേല ചെയ്യുന്നു. കൂലിപ്പണിയുന്ന ഓട്ടോയോ? ഓട്ടോ തിരിച്ച് ഞാൻ കൊടുത്തായിരുന്നു, വീട്ടിൽ കൊടുത്തായിരുന്നു, ഒരു വിറ്റ് കാണും. വീട്ടിൽ കൊണ്ടുവന്നായിരുന്നോ ഓട്ടോ? വാഴവലയ്ക്ക് മേടിച്ചതായിരുന്നു മാഡം. അത് പിന്നെ ഒരാൾ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരുന്ന് കുറച്ച് നാൾ അവിടെ കിടന്ന് തുരുമ്പടിച്ചു പോയി. പിന്നെ ആക്രി വിലയ്ക്ക് 2000 രൂപയ്ക്ക് കൊടുത്തു. അതെന്താ തിരിച്ചങ്ങനെ കൊണ്ടുവന്നിട്ടേ? തിരിച്ചു കൊടുത്തിട്ടാ ഞാൻ പോയത്. വീട്ടിൽ നിന്ന് പോകുമ്പോ അത് വേറെ ആളിന്റെ കൊടുത്തു വിട്ടു. കൊടുത്തു വിട്ടു. എന്താ വെച്ചാൽ പ്രസാദ് അങ്ങനെ പോയത് എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റി. അത് എനിക്കറിയാം, തെറ്റാന്നുള്ള അറിയാം. അത് തന്നെ വലിയ കാര്യം. അതെ, അപ്പൊ തെറ്റ് പറ്റി. അപ്പൊ അതിനെ കാര്യങ്ങള് അവരുടെ കുടുംബം താറുമാറാകാൻ വേണ്ടി ഇവര് അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കി അവരുടെ വീട്ടിൽ. തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താനുള്ള തെറ്റിടം എനിക്കുണ്ട്. പക്ഷെ അതിനുള്ള സമയം എനിക്ക് തന്നില്ല. അപ്പോഴത്തെ പ്രശ്നമായി. ഞാൻ പിന്നെ വീട് വിട്ട്. അല്ല, അത് പ്രസാദ് പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട്. കാരണം ഞങ്ങളിവിടെ അത് ചോദിച്ചു. ഒരു കാര്യം അറിയുമ്പോൾ മേഡം അത് ചോദിച്ചു അവരോട്. ഒരു കാര്യം, ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം ഭർത്താവിനോടത് സംസാരിച്ചത് അത് ക്ലിയർ ചെയ്തിട്ട് വേണ്ടേ നിങ്ങളവിടെ പോവേണ്ടിയിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഭാര്യ, ഒരുപാട് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, അത്രയ്ക്കങ്ങോട്ട് വിവരവും വിദ്യാഭ്യാസവും ഒന്നുമുള്ളൊരു സ്ത്രീയല്ല. അവര് അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയി പുറത്തൊക്കെ പോയി 4 മനുഷ്യരായിട്ട് ഇടപെട്ടിട്ടുള്ള സ്ത്രീയല്ല. അപ്പൊ അവരുടെ ചെറിയ അറിവ് വെച്ചിട്ട് നീ അങ്ങനെ അവിടെ പോണോന്ന് പറഞ്ഞാൽ ഭർത്താവിന് പ്രശ്നം ഉണ്ടാക്കണ്ട. അതല്ലാതെ പോയിട്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കാം എന്ന് അവർ ചിന്തിച്ചു പോയി. അല്ലാതെ അത് അവരുടെ ജീവിതം താറുമാറാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല പ്രസാദ്. അത് നമ്മൾ ആലോചിക്കണം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വിചാരിക്കുക, എൻ്റെ ഭർത്താവിനെ കുറിച്ചൊരു കാര്യം കേട്ടു, ആരും അറിയാതെ എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഒരു കുടുംബമുള്ള അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതോടുകൂടി അങ്ങ് നിർത്തുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതുപോലെ ആ ഭാഗത്ത് അവർക്കും തെറ്റ് പറ്റിയതാണ്. നിങ്ങളെ കുറിച്ച് അവര് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവനാണെന്നോ, നിങ്ങൾ ഉപദ്രവിക്കുന്നവനാണെന്നോ, വീട് നോക്കാത്തവനാണെന്നോ ഒന്നും പറഞ്ഞില്ല. യാതൊരു കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. യാതൊരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ അൺടൈമിൽ ഒരു ഫോൺ വരുമ്പം അതെന്തായിരിക്കും, ഭർത്താവിനൊരു ഫോണിന് ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും. അപ്പം അതിൻ്റെ പേര് ഞാൻ പറയും, ഇത് കുഞ്ഞുങ്ങൾ വളർന്നു വരിക, എന്തെങ്കിലും തെറ്റുകളിൽ പോയി വീഴരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുമായിരുന്നു. അല്ലാതെ ഒരു തരത്തിലും മോശപ്പെട്ട ഒരു പെരുമാറ്റമുള്ള ആളല്ല. എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരാളാണ് പ്രസാദ്. പക്ഷെ ഈ അവസ്ഥ ഇതെങ്ങനെ സംഭവിച്ചു? അത് തന്നെയാണ് അവരും ചോദിക്കുന്നത്. എങ്ങനോ നമ്മുടെ സമയദോഷത്തിന് സംഭവിച്ചതാ. അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും ഉണ്ടൊരു സമയദോഷം. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? പക്ഷെ ഇപ്പൊ പ്രസാദിന് അറിയാം, പ്രസാദിന്റെ ഭാര്യയും പ്രസാദിന്റെ മക്കളും ആ അഡ്രസ് ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല ഇല്ലേ? നിങ്ങളുടെ മക്കള് നിങ്ങളുടെ മക്കളാണ്. ഇപ്പൊ ആ വീട് പോകുന്ന അവസ്ഥയിലായിരിക്കും. അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നത് അവര് ചെറിയ ജോലി വീട്ടിൽ ഇരുന്നവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള പ്രാപ്തിയില്ല. അപ്പൊ പഴയത് മറന്നിട്ട് ആ പഴയ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് സംഭവിച്ചു. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരായാലും ഇപ്പൊ അവരുടെ കൂടെ പോയി ആ വീട്ടിൽ പോയവരായാലും അവർക്കും അവരുടെ പക്വത കുറവുകൊണ്ട് അബദ്ധം സംഭവിച്ചു. അല്ലെങ്കിൽ അവർ പറയണമായിരുന്നു, അങ്ങനല്ല, അണ്ണനോട് സംസാരിച്ച് നമുക്കത് കാര്യങ്ങൾ ഇത് ചെയ്യാം, നമ്മളൊരു വീട്ടിൽ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞില്ല. അവർ പോകാനുള്ള പ്രധാന കാരണം ഈ വിളിച്ച വ്യക്തി, ഫോണിൽ വിളിച്ചിട്ട് അറിയിച്ച വ്യക്തി ആ സ്ത്രീയുടെ ആങ്ങളെയായിരുന്നു എന്നുള്ളതാണ്. ആ സംസാരത്തിൽ നിന്നാണ് അത് അങ്ങനെ ഒരു ഇതുണ്ടായത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഒരു സ്ത്രീയുമായിട്ട് കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ പോകത്തില്ല. ഒരു ആങ്ങളെ വിളിച്ചൊരു പെങ്ങളെ കുറിച്ച് പറയുകയാണ്, അത് ഇങ്ങനെയാണോ, ഭർത്താക്കന്മാരെ എവിടെ പോകുന്നു നീ അന്വേഷിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു രോഷത്തിൽ ചെയ്തു പോയതാണ്. അപ്പൊ അത് മറന്നിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യാൻ? അതിനു മുമ്പ് തന്നെ ഇത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ശാഖ വഴി തന്നെ ഒത്തുതീർപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ശാഖക്കാരിടപെട്ട് ഒത്തുതീർപ്പിലാക്കിയത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം മാറി താമസിച്ചെന്ന്. ഇതിനു മുമ്പും ഇത് തന്നെ ആയിരുന്നു. അതിനു മുമ്പ് ഇങ്ങനെ ഫോൺ കോള് കണ്ടമാനം വന്നപ്പോഴത്തേക്ക് ഞാൻ ഗൾഫിൽ വിട്ട്, അനിയൻ അവിടെ നിന്നെല്ലാം വിസ എല്ലാം റെഡിയാക്കി അയച്ച് ഗൾഫിൽ വിട്ട്. എന്ന് വെച്ചാൽ പ്രസാദൻ യാതൊരു കാര്യങ്ങളും അറിഞ്ഞില്ല. അനിയൻ വിസ ഒപ്പിച്ച്. അത് സാരമില്ല, അതൊക്കെ കുടുംബത്തിനകത്തുള്ള കാര്യം. ആര് വേണമെങ്കിലും വിസ ഒപ്പിച്ചോട്ടെ. അപ്പൊ ഞാൻ എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യും, എന്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്യും. നമുക്ക് അതല്ലല്ലോ, നമുക്ക് ഈ പ്രശ്നമാണ്. അത് തെറ്റ് സംഭവിച്ചു എന്ന് അദ്ദേഹം ആദ്യത്തെ വാക്ക് അതാണ് പറഞ്ഞത്, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, അതിന്റെ കാരണം ഇന്നതാണ്, മറ്റൊരു കുടുംബം നശിപ്പിക്കാൻ നോക്കിയത് കൊണ്ടാണ്. അതിനകത്തും ഒരു ന്യായമുണ്ട്. നമുക്ക് ഇനി ഭാവിയിൽ മുമ്പോട്ട് പോകേണ്ട നന്മകളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്.
നിങ്ങൾ താമസിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് താമസിക്കുന്ന ആ വീട് നഷ്ടപ്പെടാൻ പാടില്ല, അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വന്നിരുന്നപ്പോഴേ പറഞ്ഞു. ഒരു നീതിപൂർവ്വം അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നമുക്കിനി ഭാവിയെ കുറിച്ച് സംസാരിക്കാം, അല്ലേ സാർ? തീർച്ചയായിട്ടും. ഇനി എന്താ ചെയ്യാൻ പറ്റണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം പ്രസാദ്? രണ്ടുപേരുടെയും പേരിൽ രണ്ടുപേരുടെയും കൂടെ പേരില്ല വസ്തു. അപ്പൊ അത് പോവാതെ നോക്കണം. പോവാതെ നോക്കാം. എനിക്കൊരു 6 മാസത്തെ കാലാവധി കൂടെ കിട്ടണം. 6 മാസത്തിനുള്ളിൽ ഞാനത് അടച്ചു തീർത്തോളാം. അല്ല അത് ന്യായമാണ്. ഇതിലിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അല്ല അത് രണ്ടുപേരുടെ കൂട്ടായിട്ട് ആലോചിച്ച് ഇപ്പൊ സംസാരിക്കാം. നമുക്ക് ഒരു 6 മാസത്തെ എനിക്ക് 6 മാസം കൂടെ തരണം. 6 മാസം സമയം. റിക്കവറി വല്ലതും ആയോ? അതെന്തോ വല്ല പറഞ്ഞു അവിടെ നോട്ടീസ് വന്നിട്ടുണ്ട്, നോട്ടീസ് നോട്ടീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല അത് ചിലപ്പോൾ സമയം കിട്ടും. ജപ്തി നടപടി എടുക്കുമെന്നും പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ കുറച്ച് സമയം കൂടെ നമ്മൾ അവിടെ ചെന്ന് ആവശ്യപ്പെടുമ്പോൾ അവര് പറയും ഒരു 1 ടൈം സെറ്റിൽമെന്റ്, അതെ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. അത് വെച്ചാൽ അത് ഇൻട്രസ്റ്റ് ഒന്നും ഈടാക്കത്തില്ല. ഒറ്റത്തവണ തീർപ്പാക്കൽ നിങ്ങൾ പറയും. മുതൽ പോലും ചിലപ്പോൾ അന്നേരം ആവശ്യപ്പെടത്തില്ല. അത് പ്രസാദ് അന്വേഷിക്കും. ആരെങ്കിലും കൂടെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോയിട്ട് ഇന്ന പോലെയാണ് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞ ഒരു കല്യാണമൊക്കെ നടത്തിയതാണ്. അതിന്റെ ബാധ്യതകളും അതെ അല്ല, അപ്പൊ അതിന്റെ ബാധ്യതകളും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. കുറച്ച് എന്റെ ജോലിയിലും ഒക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിപ്പോയി. ഒരു അവസരം തന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകം ഞാൻ തീർക്കാന്ന് പറയാൻ പറ്റുമല്ലോ, അല്ലേ? അപ്പൊ അതിനങ്ങനെ ഒരു തീർപ്പായി സാർ. പിന്നെ കല്യാണത്തിന്റെ ഈ ചില ചെറിയ കടങ്ങൾ ബാക്കിയുണ്ടല്ലേ, അതുമെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു കാലാവധി പറഞ്ഞ് തീർക്കണം. പെട്ടെന്ന് ഒരാൾ തരാൻ പറഞ്ഞാൽ തരാൻ പറ്റും. അതല്ല, എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്ന സ്വഭാവമുള്ളതാ. പക്ഷെ ഇത് പ്രാബല്യത്തിൽ വരുത്തില്ല. അത് അങ്ങനെ സ്മിത പറയണ്ട, അങ്ങനെ സ്മിത പറയണ്ട. കോടതിയാണ് സ്മിത, ഇതൊരു കോടതിയാണ്. ജഡ്ജിയും അഡ്വക്കേറ്റും കൗൺസിലറും ഒക്കെ ആയിരിക്കുന്നത്. അവരുടെ മുമ്പിൽ വെറുതെ തമാശ പറയുന്നതല്ല. ഇവിടെ ഇപ്പൊ എഴുതി കഴിഞ്ഞാലുണ്ടല്ലോ, അതിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതിന് അപ്പീൽ പോലും ഇല്ല. നമ്മുടെ മുൻവിധി വേണ്ട. സിവിൽ കോടതിയുടെ ഡിഗ്രിയാണ് ഇവിടെ നടക്കുന്നത്. അല്ലെ ചുമ്മാ ഇരുന്ന് കളിച്ചോണ്ട് പോകുന്ന കാര്യമല്ലത്. ഇവിടെ പറഞ്ഞിട്ട് മാറ്റി ചെയ്യോ പറയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള നിയമപരമായ നടപടികൾ ഉണ്ടാവും സ്മിത. ഞാൻ പറഞ്ഞില്ലേ, നിരാശപ്പെടുന്ന തരത്തിലുള്ള സംസാരിക്കണ്ട, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം ഈ കടം തീർക്കുക പറഞ്ഞതുപോലെ നിങ്ങളും അതിൽ തുല്യ പങ്കാളിയാണ്, അല്ലേ? ഒരു മനുഷ്യനെ മാത്രം രണ്ടുപേരും കൂടെ ചേർന്നത് തീർക്കാനുള്ള രീതിയിൽ അങ്ങനെയാണല്ലോ. അദ്ദേഹം ചെയ്തു വരും വന്ന് ബാക്കിയുള്ളത് ഇപ്പൊ ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. മോനെ പഠിപ്പിക്കണം, പിന്നെ കല്യാണം കഴിഞ്ഞു, അതിന്റെ ബാധ്യത, മോടെ പ്രസവം നടത്തി, പിന്നെ പലിശക്കാർക്ക് കൊടുക്കണം, സ്വന്തമല്ലാത്ത സ്വർണം പണയം വെച്ചിട്ടുണ്ട്, അതിന് പലിശ അടയ്ക്കണം. ഇതെല്ലാം എന്റെ ഒരാള് ഞാൻ ജോലി ചെയ്താ കയറി കൂട്ടായിട്ട് ആവശ്യപ്പെട്ട അല്ല സർ, ബാങ്കുകാർ സമ്മതിക്കും. മാത്രമല്ല ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചു പോയി, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോയി തീർക്കാമെന്നുള്ള ഒരു വാക്കിനകത്ത് എല്ലാ അർത്ഥവും വരും. പിന്നെ തനിച്ചുള്ള കടങ്ങളെ കുറിച്ച് പറയണ്ട, അല്ലേ സാർ? അത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരുമിച്ച് നിന്ന് കടങ്ങളുമായിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാന്നൊരു വാക്ക് വരുമ്പോ അതല്ലേ വലിയ കാര്യം. പിന്നെ ഓരോന്ന് ഇതിന്റെ 25,000 10,000 ഒന്നും പറയണ്ട. വിശ്വാസം അല്ലാത്തത് കൊണ്ടല്ലേ അത് വിശ്വസിക്കുന്ന. ഇപ്പൊ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പ്രസാദ് അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ വിശ്വാസം. ഇതുവരെയുള്ള അനുഭവം വിശ്വസിക്കാനല്ല എങ്കിൽ പോലും ഇന്ന് നമ്മൾ ഒരു വേദിയിലെത്തി. അതിന്റെ മുമ്പിൽ വെച്ച് പ്രസാദ് ഇവിടം വരെ എത്തിയല്ലോ. ആ പ്രസാദ് നമ്മളോട് വാക്ക് തരികയാണ്. ആ വാക്കിൽ വിശ്വസിച്ച് നമ്മൾ ഇനി മുന്നോട്ട് പോവാം. പഴയത് മറന്നേക്കേ. സ്മിത ആദ്യം ആലോചിക്കേണ്ടത്, പ്രസാദ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സ്മിത എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യും? ഒരാളിനെ കയറി പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റൂ? അയാൾ ഒളിച്ചോട്ടം താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാ ഞാനിത്. അത് കിട്ടും സ്മിത, അത് കിട്ടുമെന്നുള്ള വിശ്വാസത്തിനെ സ്മിത സംസാരിക്കാവൂ. ഇപ്പം പ്രസാദ് ഇവിടം വരെ വന്നു, ഞാൻ വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 3 വർഷം പോലെ ഇനിയും കുറെ ഒരു 30 വർഷം അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. ഒരു മനുഷ്യൻ വന്നപ്പോ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ നന്നായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ട്. അത് ആദ്യം മനസ്സിലാക്ക്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രസാദ് ബാങ്കിന്റെ കാര്യം അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം എന്ത് പറയുന്നുണ്ട്? എനിക്ക് വിരോധമൊന്നുമില്ല. അവർക്ക് ഒട്ടും വിരോധമില്ല. പിന്നെ ആർക്കാ? ഞങ്ങൾക്ക് അന്ന് വിരോധം. പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല. ഇതിനകത്ത് നടന്നൊക്കെ പ്രസാദ് പറഞ്ഞതുപോലെ ഒരു സമയദോഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്ന ലോകത്ത്, അല്ലേ? എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളുണ്ട്, അത് കടന്നു വന്നേ പറ്റൂ. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ചു പോയി, ഇത് പാടെ വിസ്മരിക്കുക. ഇനി അങ്ങോട്ട് പരസ്പരം ചെളിവാരി എറിയാൻ നോക്കുക ചെയ്യരുത്. അത് സ്മിത ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഒരു സ്ത്രീക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് നല്ലോണം മനസ്സിലാവും. ഉണ്ടല്ലേ വേണം? 19 വർഷം എന്നെ വഞ്ചിച്ചത് അയാള്.
19 വർഷം എങ്ങനെ വഞ്ചിക്കും? ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാകും, ഒരു ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാകും സ്മിത. ഒക്കെ വീട് വിട്ട് ഇറങ്ങി പോവാ പതിവ്. അത് ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്. വീട് വിട്ട് ഇറങ്ങി ചിലരുടെ സ്വഭാവം അവർ ഒളിച്ചോട്ടമാണ്. എന്റെ ഭാഗത്ത് തെറ്റുപറ്റിയാലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയാലും ആരോടും പറയത്തില്ല, അയലത്തെ വീട്ടിൽ പോലും പറയത്തില്ല. ചിലരുടെ സ്വഭാവം അത് ചിലരുടെ സ്വഭാവം അതാണ്. മനസ്സിലായില്ലേ? എന്റെ ഒരു അധ്യാപകൻ ചോദിക്കും, എന്തിനാ പാവയ്ക്കയോട് എന്താ കഴിക്കുന്നത്, ക്യാരറ്റ് പോലെ മധുരിച്ചാ പോരെ എന്ന് വെച്ചാൽ പാവയ്ക്ക എന്തോ കൊടുക്കും. അതിന് ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ. മനസ്സിലായില്ലേ? അപ്പൊ എങ്കിലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ?